ഈ കാണുന്നത് സ്ക്രീനും കോൺവെക്സ് ലെൻസ് സ്റ്റാൻഡ്. ഇത് നമ്മുടെ ഒരു ഒബ്ജക്ട്, നമ്മൾ സാധാരണ ഒബ്ജക്ട് എന്ന് പറഞ്ഞ് പഠിക്കുമ്പോൾ ഇങ്ങനെയുള്ള ആരോ മാർക്കൊക്കെ വരച്ച് നമ്മൾ നിർത്താറുള്ള ഒരു സാധനം അല്ലേ. ജസ്റ്റ് ഒരു ഒബ്ജക്ട് നമ്മൾ പ്ലേസ് ചെയ്യും. ആ പ്ലേസ് ചെയ്യുന്ന ഒബ്ജക്റ്റിന്റെ ഇമേജ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യും. എന്തായാലും ഇവിടെ കിട്ടുന്നില്ല, നമ്മളിപ്പോൾ കണ്ടു. നമ്മളിതിനെ മാറ്റിയിട്ട് ദൂരെ ഏതെങ്കിലും ഉള്ളൊരു വസ്തുവിനെ നമ്മൾ എന്ത് ചെയ്യുക, ഈ കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്ത് സ്ക്രീനിൽ പതിപ്പിക്കുമ്പോൾ സ്ക്രീൻ ലെൻസ് ഇവിടെ പൊട്ടിപ്പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ ജസ്റ്റ് അതിനെ കറക്റ്റ് ചെയ്ത് പ്ലേസ് ചെയ്ത് നിർത്തിയിട്ട് ഈ സ്ക്രീനിന് ഇവിടെ നീങ്ങുന്ന കണ്ടു, ഈ സ്ക്രീനെ നമ്മൾ ബാക്കിലോട്ട് നീക്കി ബ്ലറായി ഇവരെ നമ്മൾ ജസ്റ്റ് ഫ്രണ്ടിലോട്ട് ഒന്ന് മൂവ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ എപ്പോഴാണോ സ്ക്രീനിൽ ഒരു ക്ലിയർ ഇമേജ് കിട്ടുന്നതെന്ന് നോക്കണം. ആ ക്ലിയർ ഇമേജ് കിട്ടുന്നതിൽ നിന്ന് ഒരല്പം കൂടെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്നാൽ അയാൾ വീണ്ടും ബ്ലറായി. സോ ഓൾറെഡി നമുക്കൊരു ഇനിഷ്യൽ ബ്ലർ പോയിന്റ് കിട്ടി. ആ ബ്ലർ പോയിന്റ് എവിടെയല്ല, ഇവിടെയാണ് ഇനിഷ്യൽ ബ്ലർ പോയിന്റ്. ഇതിൽ ഇമേജ് ക്ലിയർ അല്ല, ഇമേജ് ബ്ലർ ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് എഫിൽ പ്ലേസ് ചെയ്താൽ, ബിറ്റ്വീൻ എഫ് ആൻഡ് ഒബ്ജക്റ്റ് എന്താണ് ലെൻസ് പ്ലേസ് ചെയ്താൽ ഇമേജ് എന്തായിട്ട് മാറും, ഒരു വിർച്വൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യപ്പെടും, ഒരു ബ്ലർ ഇമേജ് ക്രിയേറ്റ് ചെയ്യപ്പെടും പഠിച്ചിട്ടുണ്ട്. ആ വിർച്വൽ ഇമേജ് ആണ് ഇപ്പൊ ഈ സ്ക്രീനിൽ കാണുന്നത്. പരീക്ഷയ്ക്ക് വരുമ്പോൾ ഇത് എഴുതാൻ പറ്റണമോ? ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ബ്ലർ ഇമേജ് ഫോൺ ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു വിർച്വൽ ഇമേജ് ഫോൺ ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എവിടെയെങ്കിലും പ്ലേസ് വന്നിട്ടുണ്ടാവുക. അറ്റ് എഫ് അല്ലെങ്കിൽ ബിറ്റ്വീൻ എഫ് ആൻഡ് പോൾ, ലെൻസിന്റെ പോൾ ഇവിടെ പ്ലേസ് ചെയ്താൽ ഒബ്ജക്ട് എന്തായിട്ട് മാറി, ഇമേജ് എന്തായിട്ട് മാറി, കംപ്ലീറ്റ്ലി ബ്ലർ ആയി വിർച്വൽ ഇമേജ് ഫോൺ ചെയ്യും. ഇനി നമുക്ക് ആ വിർച്വൽ ഇമേജിൽ നിന്ന് നമ്മൾ വീണ്ടും മുന്നോട്ട് നീക്കി ആ ബ്ലർ ഇമേജിൽ മാറ്റിയിട്ട് നമ്മൾ തന്നെ അടുത്തൊരു ബ്ലർ ഇമേജ് മേക്ക് ചെയ്യും. അപ്പം ഫസ്റ്റ് ബ്ലർ ഇമേജ് ഇവിടെ, സെക്കൻഡ് ബ്ലർ ഇമേജ് ഇവിടെ. ഇതിനിടയിൽ എവിടെയോ ഒരിടത്താണ് എന്ത് കിട്ടിയിരിക്കുന്നത്, ഒരു ക്ലിയർ ഇമേജ് കിട്ടിയിരിക്കുന്നത്. ആ ക്ലിയർ ഇമേജ് കിട്ടുന്ന സ്ഥലമാണ് ഈ ലെൻസിന്റെ ഇമേജ് മേക്ക് ചെയ്യാനുള്ള കഴിവ് ഫോക്കൽ ലെൻസ്. സോ ഞാനിവിടെ ഒന്നുകൂടെ ബാക്കിലേക്ക് നീക്കിയിട്ട് ഒരു ക്ലിയർ ഇമേജ് നമ്മുടെ സ്ക്രീനിൽ മേക്ക് ചെയ്യാണ്. ക്ലിയർ ഇമേജ് എന്ന് പറയുമ്പോൾ ദൂരെയുള്ള ഏതെങ്കിലും ഒരു വസ്തുവിനെ ക്ലിയർ ആയിട്ട് സ്ക്രീനിൽ കാണാൻ പറ്റുമെന്ന് നോക്കും. ഒരു ഇലയാണെന്നുണ്ടെങ്കിൽ ഇലയുടെ എഡ്ജുകൾ ഷാർപ്പായിട്ട് കിട്ടുന്നുണ്ടോ, ഓലയാണെങ്കിൽ ആ ഓലയുടെ എഡ്ജ് ഷാർപ്പായിട്ട് കിട്ടുന്നുണ്ടോ, ഇനി ആ തൂണാണെങ്കിൽ ആ തൂണിന്റെ ആ കട്ടിങ് ഷാർപ്പായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ ഉണ്ടോ എന്ന് നോക്കുന്നതിനാണ് ക്ലിയർ ഇമേജ് എന്ന് പറയുന്നത്. അല്ലാതെ ഒരു ഫോട്ടോ അതുപോലെ കാണുന്നു എന്നുള്ള നല്ല ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ ആ കളർ ആയിരിക്കില്ല, ഒരു ഷെയ്ഡ് ആയിരിക്കും. ആ ഷെയ്ഡ് കറക്റ്റ് ആയിട്ട് ഒരു ബ്ലർ ആവാതെ മങ്ങാതെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് എങ്കിൽ അതിന് വിളിക്കുന്നതാണ് ക്ലിയർ ഇമേജ്. അത് കിട്ടുന്നുണ്ട് എങ്കിൽ നമ്മൾ ചെയ്യുന്നത് സ്കെയിൽ എടുത്തിട്ട് ഈ കാണുന്ന സ്റ്റാൻഡിന്റെ ലെൻസ് വെച്ചേക്കുന്ന സ്റ്റാൻഡ് മനസ്സിലാവുന്നുണ്ടോ, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചുമ്മാ നമ്മളൊരു ഡെമോ പോലെ ഒരു കളിതമാശം പോലെ വെച്ചേക്കുന്ന ഈ പറയുന്ന ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ. ഞാൻ അതല്ല ഉദ്ദേശിക്കുന്നത്. ഈ പറയുന്ന കാര്യം ഒക്കെയാണ് ഈ സ്ക്രീനിന്റെ സെന്ററിൽ നിന്ന് ലെൻസിന്റെ സെന്ററിലേക്കുള്ള അകലമാണ് ഈ കാണുന്ന ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് ഡിസ്റ്റന്റ് ഒബ്ജക്ട് മെത്തേഡ്. നമ്മൾ അതിനെ പണ്ട് പറഞ്ഞു പഠിച്ചിരുന്നത് ഇൻഫിനിറ്റിയിൽ നിന്ന് ലൈറ്റ് വരുന്നു അല്ലേ. ഇൻഫിനിറ്റിയിൽ നിന്ന് വരുന്ന ലൈറ്റ് എവിടെ എന്താണ് പോയിന്റ് ഔട്ട് ചെയ്യാം, ഫോക്കസിൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യും. സോ ഇൻഫിനിറ്റി നമുക്ക് മനസ്സിലായി ഏറ്റവും ദൂരെ എവിടെ നിൽക്കുന്ന ഒരു സ്ഥലം. ആ ദൂരെ നിൽക്കുന്ന സ്ഥലത്ത് നമുക്ക് എന്തറിയില്ല, ഒബ്ജക്റ്റിന്റെ സ്ഥാനം അറിയില്ല, ഒബ്ജക്റ്റ് എവിടെയാണെന്ന് അറിയില്ല, ഒന്നും അറിയാത്ത നമ്മൾ പറയുകയാണ് ഒബ്ജക്റ്റ് എവിടെ ഇൻഫിനിറ്റി. നമ്മൾ അതിനെ വിളിക്കുന്ന സയൻസിലെ മറ്റൊരു ടേമാണ് ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് മെത്തേഡ്. ഒബ്ജക്റ്റ് ഡിസ്റ്റന്റ് ആണ്, ഡിസ്റ്റൻസിൽ എവിടെയോ. അപ്പൊ അവിടെ നിന്ന് വരുന്ന ആ ഇമേജിനെ, ആ ലൈറ്റിനെ നമ്മൾ എന്ത് ചെയ്യുക, സ്ക്രീനിൽ പതിപ്പിച്ചപ്പോൾ നമുക്ക് ഈ സ്ക്രീനിൽ ഈ ഒരു കുഞ്ഞകലത്തിൽ എന്ത് കിട്ടിയേക്കാണ്, നമുക്ക് ഇമേജ് കിട്ടി. ആ അകലം എടുക്കാൻ എന്ത് ചെയ്യാൻ നോക്കിയത്, സ്ക്രീനിന്റെ ഈ ഇരിക്കുന്ന ലെൻസിന്റെ സെന്ററിൽ നിന്ന് ഈ സ്കെയിൽ വെച്ച് ഈ സ്ക്രീനിന്റെ ഫ്രണ്ടിൽ, മക്കളെ കാണൂല്ലെങ്കിൽ നോക്കിക്കോണം കേട്ടോ, എങ്ങനെയെങ്കിലും എഴുതി നോക്കിക്കോണം. കാരണം ആ സ്ക്രീനിന്റെ സെന്ററിലേക്കുള്ള അകലം നോക്കിയപ്പോൾ എനിക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് അപ്രോക്സിമേറ്റ്ലി എനിക്ക് കിട്ടിയത് 10.5 ആണ്. സോ 10.5 ആണ്, അല്ലെങ്കിൽ 10.8 ആണ് ഏതിന്റെ ഫോക്കൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന ലെൻസിന്റെ ഫോക്കൽ പോയിന്റ്. സോ ഡിസ്റ്റന്റ് ഒബ്ജക്ട് മെത്തേഡ് വെച്ചാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക, ജസ്റ്റ് ഇതിന്റെ ലെൻസിന്റെ ഒരു റഫ് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുക. ഇതിന്റെ ഹെൽപ്പിലാണ് നമ്മൾ ഇനി 2F 3F എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഇമേജ് ഡയഗ്രാം അത് പഠിച്ചില്ലേ, F 2F, ബിറ്റ്വീൻ 2F ആൻഡ് F, അറ്റ് F, ബിയോണ്ട് 2F എന്നൊക്കെ പറഞ്ഞ ഇമേജ് ഡയഗ്രാം കണ്ടുപിടിച്ചില്ലേ. ആ ബിറ്റ്വീൻ F 2F ഒക്കെ കണ്ടുപിടിക്കണമെങ്കിൽ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഡിസ്റ്റന്റ് ഒബ്ജക്ട് മെത്തേഡ് വെച്ച് റഫ് ഫോക്കൽ ലെങ്ത് എത്രയാണ് കിട്ടണം. അപ്പൊ എനിക്ക് എന്ത് കിട്ടി, 10.5 റഫ് ഫോക്കൽ ലെങ്ത് കിട്ടി. ഇനി ഞാൻ ഈ 10.5 റഫ് ഫോക്കൽ ലെങ്ത് ഉള്ള ആളിന്റെ ഈ ലെൻസിന്റെ ഇവിടെ നിന്ന് സെന്ററിൽ നിന്ന് ഇങ്ങോട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് ഞാനൊരു 10.5 സെറ്റ് ചെയ്തു. 10.5 സെറ്റ് ചെയ്ത് ഞാൻ ഇവിടെ ഒരു ഒബ്ജക്റ്റ് ആണെന്ന് വിചാരിച്ചു, ഒരു ഒബ്ജക്റ്റ് ഇവിടെ പ്ലേസ് ചെയ്യും. 10.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെൻസിന്റെ ഇവിടെ എന്താണ് ഫോക്കൽ ലെങ്ത്.
ആ ഫോക്കസിൽ ഒബ്ജക്റ്റിന്റെ ഇമേജ് എനിക്ക് എവിടെ കിട്ടണം. നമുക്കറിയാം ഈ ഒബ്ജക്റ്റ് നമ്മൾ പ്ലേസ് ചെയ്തേക്കുന്നത് ഫോക്കസിലാണെങ്കിൽ എന്ത് കിട്ടില്ല, ഇമേജ് മേക്ക് ചെയ്യില്ല. നമ്മളിപ്പോൾ ഒരു മെഴുകുതിരിയാണ് കത്തിച്ചിരിക്കുന്നത് ക്ലിയർ ആയിട്ട് കാണാം. ഞാൻ ഇപ്പോൾ കത്തിക്കാൻ മെഴുകുതിരി ക്ലിയർ ആയിട്ട് നമുക്ക് കാണാം. ഇനി ഈ ഇരിക്കുന്ന ലെൻസിൽ നിന്ന് 2f വെക്കുന്നത്. നമ്മൾ ഡയഗ്രാം വരയ്ക്കുമ്പോൾ എഴുതാറില്ലേ 2f വെക്കുന്നത്. 2f വെക്കുന്നത് എന്താണ്, എങ്ങനെയാണ്? അതായത് 10.5 എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ചുമ്മാ 11 ആണ് നമ്മൾ ഫോക്കൽ ലെങ്ത് എടുക്കുന്നത്. 11 ആണ് ഫോക്കൽ ലെങ്ത് എഫ് എങ്കിൽ 2f എത്ര ആയിരിക്കും? 2 × f 2 × 11 എത്രയാ? 22. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് 22 നമ്മൾ സെറ്റ് ചെയ്യുക. 22 സെറ്റ് ചെയ്തിട്ട് ഈ സംഗതി നമ്മൾ ഇവിടെ കേട്ടോ. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന ഈ അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയാനുള്ളത്? ഒബ്ജക്റ്റ് അറ്റ് 2f എന്ന് പറയാറുള്ളത്. ക്ലിയർ ആയോ? അല്ലാതെ ഈ 2f എന്ന് പറയുന്ന ഒരു സാധനമല്ല. നമ്മൾ ആ ലെൻസിൽ നിന്ന് ഫോക്കസിന്റെ ഡബിൾ എടുത്ത് സെറ്റ് ചെയ്ത് വെക്കുന്നതിനാണ് നമ്മൾ 2f സെറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ലെൻസിൽ നിന്ന് ഫോക്കസിന്റെ ഡബിൾ എടുക്കണമെങ്കിൽ ഈ ലെൻസിന്റെ ഫോക്കസ് എത്ര നമുക്കറിയാം. ഈ ലെൻസിനകത്ത്